വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിസം അവസാനിപ്പിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ മലപ്പുറത്ത് തദ്ദേശ രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം തുറക്കാൻ ഒരുങ്ങുകയാണ് UDF-ഉം തൃണമൂൽ കോൺഗ്രസും. മലപ്പുറം കരുളായി പഞ്ചായത്തിൽ UDF തൃണമൂൽ സഖ്യമായിട്ടാണ് മത്സരത്തിനിറങ്ങുന്നത്. പഞ്ചായത്തിലെ 10-14 വാർഡുകളിലായാണ് തൃണമൂൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കൂടാതെ ഒരിടത്തും UDF സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കരുതെന്നും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് PV അൻവർ നേരത്തെ തന്നെ സർക്കുലറിലൂടെ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇതൊരു നല്ല സൂചനയായിട്ടാണ് UDF കാണുന്നത്. തൃണമൂൽ കോൺഗ്രസ് മെല്ലെ മെല്ലെ UDF-ലേക്ക് ചേക്കേറുകയാണ്, അല്ലെങ്കിൽ ഒപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കൂടാതെ ഈ കൂടിച്ചേരൽ കൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും UDF-നുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. PV അൻവറുമായി സഹകരിക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും അനുകൂലമായ നിലപാടുകളാണ് ഉള്ളതായാണ് സൂചന. അൻവർ വരുന്നതിനോട് ലീഗിനും പൂർണ്ണ സമ്മതം തന്നെയാണ്. അതേസമയം നിലമ്പൂർ, വഴിക്കടവ് എന്നിവിടങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുവെ പിണറായി സർക്കാരിനോട് കടുത്ത വിമർശനമുള്ള അൻവറിന്റെ വോട്ട് ബാങ്ക് പൂർണ്ണമായും LDF വിരുദ്ധതയിൽ നിന്നും രൂപം കൊണ്ടതായതിനാൽ UDF-ന് ഇത് വളരെ ഗുണം ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഏരിയയായ മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ ഉൾപ്പെടെ അൻവറിന്റെ വരവ് UDF-ന് ആശ്വാസവും ശക്തിയും കൂട്ടുമെന്നാണ് നിഗമനം. അൻവറിന്റെ പ്രവേശനം കോൺഗ്രസിന്റെ അകത്ത് പ്രതിഷേധങ്ങൾ ഉയർത്തുമെന്ന ആശങ്കകൾ ഉണ്ടെങ്കിലും ലീഗ് കക്ഷികളും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഇതിനോടകം ഇടപെട്ട് കഴിഞ്ഞു. ലീഗ് കക്ഷികളും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ ഐക്യമുണ്ടെങ്കിൽ മാത്രമേ UDF നിലനിൽക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് അൻവറിന്റെ UDF പ്രവേശനം കൂടുതൽ പ്രാധാന്യം നേടുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ലയനം എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.